ഹലോ ഗൈസ്, രാവിലെ എണീച്ചപ്പോഴേ ചിപ്പിക്ക് മൈഗ്രെയിൻ. നമ്മൾ ഒരുമിച്ചാണ് കിടക്കുന്നത്. ചിപ്പിക്ക് പ്രഗ്നൻസി പീരീഡും കൂടെ ആയതുകൊണ്ട് ടാബ്ലറ്റും എടുക്കാൻ പറ്റില്ല. സാധാരണ ചിപ്പി മൈഗ്രെയിൻ വന്നാൽ ഉടനെ ടാബ്ലറ്റ് കഴിക്കും, അങ്ങനെയാ മാറിക്കൊണ്ട്. അതുകൊണ്ട് കുളിച്ചിട്ട് കിടക്കുക, പല അടവ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് മൈഗ്രെയിൻ മാറ്റുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര രസമൊക്കെ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ അടുത്തിരിക്കാൻ സമയക്കില്ല, ബഹളം വെച്ചൂടെ, ലൈറ്റ് മൈഗ്രെയിനും കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും പറ്റില്ല. ഉച്ചയ്ക്ക് ഒന്ന് റെഡി ആയപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ സിറ്റ് ഔട്ടിൽ വന്ന് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഫുഡും കഴിച്ചിരിക്കുക. വിഷ്ണു ആണെങ്കിൽ പോകുന്നതിന് മുന്നേ ഒത്തിരിയും ചെടി വാങ്ങി ചുറ്റും നട്ടു വെച്ചിട്ടാണ് കേട്ടോ പോയത്. കാരണം ചുമ്മാ ഒത്തിരി നേരം കിടന്നാലും മൈഗ്രെയിൻ വരും. എന്ത് ചെയ്താലും സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ വരും, സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ വരും, വെയിലടിച്ചാൽ വരും. എന്തവസ്ഥയാണ്. നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട്. അവളാണെങ്കിൽ ഇപ്പം ഭയങ്കര ക്ഷീണവും മൈഗ്രെയിൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മൊത്തം കിടപ്പാ. എനിക്കാണെങ്കിൽ ബോറടിച്ചൊരു വഴിയാവും ഞാൻ. പണ്ടേ മൈഗ്രെയിൻ വന്ന ശോകമാണ്, ഇപ്പം പിന്നെ കുറച്ചും കൂടി ശോകമാണ്. അമ്മ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് കിട്ടി. ഇപ്പം അമ്മയ്ക്ക് എപ്പോഴും വഴക്കൂടാനേ സമയമുള്ളൂ, അവളൊന്നും കഴിക്കില്ല. എന്തായാലും എനിക്കിതൊക്കെ കണ്ട് പഠിക്കാമല്ലോ. ഞാൻ ഓരോന്നും വാച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. അപ്പം ഇത്രേ ഉള്ളൂ, ചാച്ചാ.